എല്ലാവർക്കും നമസ്കാരം. അശോകവനം എന്നതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ഒരു പൂജാപുഷ്പം. ആ പൂജാപുഷ്പം അപകടകാരിയായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആ പുഷ്പങ്ങൾ ഇനി നമുക്ക് പൂജയ്ക്ക് വേണോ, അത് മരണം വരെ സംഭവിക്കാൻ കാരണമെന്ന് പറയുന്നു. അതിനാൽ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അലരിപ്പൂവിനെ കുറിച്ചാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പൂവായിരുന്നു അലരിപ്പൂ. അലരിപ്പൂ എന്ന് പറഞ്ഞാൽ അത് പല നിറത്തിലുമുണ്ട്. പിങ്ക് കളറ്, ചുമപ്പ് കളറ്, മഞ്ഞ, വെള്ള. അപ്പോൾ കൂടുതൽ ഇത് പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു പൂവാണ്. അന്നിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ പൂവിൽ വിഷമുണ്ടെന്നാണ് പറയുന്നത്. അതിനാൽ ഇത് പൂജയ്ക്ക് എടുക്കരുത് എന്ന് അറിവന വന്നിട്ടുണ്ട്. ചില ക്ഷേത്രങ്ങളിലൊന്നും ഇത് പൂജയ്ക്ക് എടുക്കുന്നില്ല, പക്ഷേ മാലയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ക്ഷേത്രങ്ങളിലെ ചെറുവക ക്ഷേത്രങ്ങളിലൊക്കെ പൂജാരിമാർ ഇത് പൂജിക്കാൻ എടുക്കരുത്, നിവേദ്യത്തിലൊന്നും ഈ പുഷ്പം ഇടാൻ ശ്രമിക്കരുത്, നിങ്ങൾ മാലയ്ക്ക് എടുത്തോളൂ, ഇത് വിഷമാണ്, അപകടകാരിയാണ് എന്നാണ് അറിവുള്ളവർ പറഞ്ഞു കേൾക്കുന്നത്. ആ പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ്, കണ്ടില്ലേ? ഇതാണ് ഈ അപകടകാരിയായ അരളി എന്ന് പറയുന്നത്. പൂജയ്ക്കൊക്കെ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന ഒരു പുഷ്പമാണ്. പക്ഷെ ഇന്നത് വിഷമാണെന്ന് പറയുമ്പോൾ നമ്മൾക്കത് നീക്കി നിർത്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ അടുത്തൊരു വാർത്ത കണ്ടു. ഒരു പെൺകുട്ടിക്ക് വീട്ടിലൊരു പെൺകുട്ടിയുടെ വീട്ടിൽ ഇതുപോലെ ഈ അലരി ഉണ്ട്. അങ്ങനെ ഒരു ഫോൺ വന്നപ്പോൾ ഈ കുട്ടി ഫോൺ വിളിച്ചിങ്ങനെ നിൽക്കല് അറിയാതെ ഇതിൻ്റെ പൂവ് പൊട്ടിച്ച് ഭക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വയ്യാതെയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ കുട്ടി മരണപ്പെട്ടു. കാരണം ഈ പുഷ്പത്തിൻ്റെ വിഷമാണെന്നാണ് പറഞ്ഞതായിട്ട് ഇപ്പോൾ വാർത്തകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഈ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഈ പുഷ്പം പറിച്ച് തിന്നാതെ നോക്കുക. വലിയവരായാലും ഇതറിയാതെ പോലും വായിലിടാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, ജാഗ്രത സൂക്ഷിക്കുക. അപ്പോൾ പൂജാരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിവേദ്യങ്ങളിലൊന്നും ഈ പുഷ്പങ്ങളെ ഇടരുത്. നമ്മൾ അറിഞ്ഞിട്ട് എന്തിനാണ് തെറ്റ് ചെയ്യുന്നത്? അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക, വിലയിരുത്തുക, ആലോചിക്കുക. എന്ത് ചെയ്യാനാ? ഇപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. ആദ്യം ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടുപിടിച്ച് അറിയിക്കുമ്പോൾ നമ്മളതനുസരിച്ച് വേണ്ടേ മുന്നോട്ട് പോകാൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ ഈ ചെടിയുണ്ടെങ്കിൽ സൂക്ഷിക്കുക, കുട്ടികളെ സൂക്ഷിക്കുക. അപ്പോൾ ഇത്ര ഒക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനൊരു പെൺകുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലെത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയി വന്നത്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.